നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണ പി സുനിൽ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, സാൻജർ ഹോസ്പിറ്റൽ. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, സ്ത്രീരോഗ വിഭാഗം എന്നാണ് അറിയപ്പെടുക. എന്ന് വെച്ചാൽ സ്ത്രീകളിലെ ഗർഭപാത്രം, അണ്ഡാശയം, യോനി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാറ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 4 കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തരുന്ന സർവീസസ് എന്ന് വെച്ചാൽ ഒന്ന് പ്രീനേറ്റൽ, ആന്റിനേറ്റൽ, പോസ്റ്റ്നേറ്റൽ കെയർ ആണ്. പ്രീനേറ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭിണി ആകാൻ ഉദ്ദേശിക്കുന്ന കപ്പിളിന് വേണ്ടിയിട്ടുള്ള വെദർ ദേ ആർ ഫിറ്റ് ടു ബിക്കം പ്രഗ്നന്റ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും ന്യൂട്രീഷൻ സപ്പോർട്ട്സും ഒക്കെയാണ്. അപ്പോൾ ചിലവർ നമ്മളിപ്പോൾ പ്രഗ്നന്റ് ആവാൻ നോക്കുന്നു, പല അസുഖങ്ങളും ഉള്ള ആളായിരിക്കും, പക്ഷെ നമ്മളതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നന്റ് ആവുന്നതായിരിക്കും ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് നല്ലത്. അപ്പം അതിന് വേണ്ടി പറയുന്നതാണ് പ്രീനേറ്റൽ കെയർ. പിന്നെ ഉള്ളത് ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭിണി ആയതിനു ശേഷം ഉള്ള കെയർ, ലൈക്ക് ഫ്രീക്വന്റ് ചെക്കപ്സ്, അൾട്രാസൗണ്ട്, കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഹെൽത്ത് എല്ലാം നോക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരു റൊട്ടീൻ നല്ലൊരു ആന്റിനേറ്റൽ കെയർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, ട്വിൻ പ്രഗ്നൻസീസ്, മറുപുള്ള താഴെ വരിക, പ്ലാസിൻഡ പ്രീവിയ, അബ്രപ്ഷിയോ പ്ലാസിൻഡ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നേരത്തെ നമ്മൾ പിക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു കെയർ കൊടുത്ത് ഡെലിവറി സെറ്റപ്പും അതിനനുസരിച്ചുള്ള കെയർ കൊടുത്ത് നല്ല ഡെലിവറി അമ്മയും കുഞ്ഞും ഒക്കെ സേഫ് ആയിരിക്കും. ഇനിയുള്ളത് പോസ്റ്റ്നേറ്റൽ കെയർ ആണ്. പോസ്റ്റ്നേറ്റൽ കെയർ നമുക്കിപ്പോൾ അറിയാം, കൂടുതലായിട്ട് ഇപ്പം ആദ്യമായി അമ്മയാവുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് എങ്ങനെ കുഞ്ഞിനെ മുലയൂട്ടണം, ഒരു പോസ്റ്റ്നേറ്റൽ ഡിപ്രഷനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണും. ഡിപ്രഷൻ, പിന്നെ പോസ്റ്റ്നേറ്റൽ എക്സസൈസുകൾ എന്തൊക്കെ ചെയ്യണം എന്നും വലിയ ധാരണ ഉണ്ടാകില്ല. അപ്പം അതിനുള്ള നല്ല കൗൺസിലിങ്ങും സപ്പോർട്ടും എല്ലാം നമ്മളിവിടെ ലഭ്യമാക്കുന്നതാണ്. ഇനിയുള്ളത് അഡോളസെന്റ് സർവീസസ്, ലൈക്ക് അഡോളസെന്റ് കെയർ. അതെന്ന് വെച്ചാൽ ഒരു 10 വയസ്സ് മുതൽ 19 വയസ്സുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ലൈക്ക് യൂട്രസ് ബന്ധപ്പെട്ടുള്ള നേരത്തെ പീരീഡ്സ് ആകുന്നതാകാം, അല്ലെങ്കിൽ പീരീഡ്സ് 16 വയസ്സായിട്ടും ആകാതിരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ PCOD, ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് PCOS ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം ഒന്ന് ട്രീറ്റ് ചെയ്യാനും സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് പോസ്റ്റ് മെനോപോസൽ പ്രോബ്ലംസ്. ലൈക്ക് മെനോപോസ് എന്ന് പറയുന്നത് ആർത്തവം നിന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ലൈക്ക് ഹോർമോണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രൊലാപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹോർമോണൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊടുക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് യൂട്രസ്, ഗർഭപാത്രവും അണ്ഡാശയത്തിലുണ്ടാവുന്ന മുഴകൾ, സിസ്റ്റുകൾ, അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ ഈ പീരീഡ്സ് കൂടുതലായിട്ട് ബ്ലീഡിങ് വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ DNC പോലുള്ള ട്രീറ്റ്മെൻറ്റ്സും ടെസ്റ്റുകളും ഒക്കെ ചെയ്യാനായിട്ട്. ഇതേ സർജറീസ് തന്നെ നമുക്കിവിടെ ഓപ്പണും ചെയ്യും, ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് സർജറി ചെയ്യാം. ലാപ്രോസ്കോപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, കീ ഹോൾ സർജറീസ് അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയും, മിനിമലി ഇൻവേസീവ് സർജറീസ്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മൾ സാധാരണ എല്ലാവരും സർജറി എന്ന് പറയുമ്പോൾ പേടിക്കുന്നത് വലിയൊരു മുറിവും അതിന് ഇൻവോൾവ് ചെയ്തിട്ടുള്ള പെയിനും പിന്നെ റെസ്റ്റും ഒക്കെ ഓർത്തിട്ട് പലരും സർജറീസ് ചെയ്യില്ല. അപ്പം മിനിമലി ഇൻവേസീവ് സർജറി ലൈക്ക് ലാപ്രോസ്കോപ്പിക് സർജറീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 സെന്റിമീറ്റർ മുറിവ് മാത്രം ഉണ്ടാക്കിയിട്ട് ഈ സർജറികൾ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അത് എത്ര വലിയ സൈസ് ആയിക്കോട്ടെ നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി മാനേജ് ചെയ്യാം. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് വളരെ ചെറിയ മുറിവായിരിക്കും, വേദന ഇല്ലാന്ന് തന്നെ പറയാം, മിനിമൽ ആയിട്ടുള്ള പെയിനും, ഹോസ്പിറ്റൽ സ്റ്റേ ചുരുക്കമായിരിക്കും, 1-2 ദിവസം കിടന്നാൽ മതിയാവും ഹോസ്പിറ്റലിൽ. പിന്നെ വിത്തിൻ 1 വീക്ക് നമുക്ക് ബാക്ക് ടു നോർമൽ ആകാം. നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം നമുക്ക് 1 വീക്കിനകം ചെയ്യാം. ഇതൊക്കെയാണ് ലാപ്രോസ്കോപ്പിയുടെ ബെനിഫിറ്റ്സ്. ഈ വക സർവീസസ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.